MD എൻഡസ് മീഡിയയിലേക്ക് പ്രിയരെ, മലയാറ്റൂർ ഭാരത നസ്രാണി സമൂഹത്തിൻ്റെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ പുണ്യപാദ സ്പർശമേറ്റ വിശുദ്ധ ദേശം, ആ പ്രദേശത്തിൻ്റെ പവിത്രതയെ മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കർമ്മ പരിപാടികളുമായി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത കോമരങ്ങൾ. നമുക്കൊരു കാര്യം ഉറപ്പുണ്ടല്ലോ, ഈ പ്രദേശത്ത് മാർത്തോമാ ശ്ലീഹ വന്നതിൻ്റെ അടയാളങ്ങൾ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ പവിത്ര പാദ സ്പർശമേറ്റതിൻ്റെ അടയാളങ്ങൾ അവിടെ മലമുകളിലുണ്ട്. മാത്രമല്ല, അവിടുന്നാൽ വരയ്ക്കപ്പെട്ട തിരുക്കുരിശ് സ്വർണ്ണരൂപത്തിൽ പൊൻകുരിശായി ഇന്നും അവിടെ നിലനിൽക്കുന്നു. ഈ ചരിത്രങ്ങളെക്കുറിച്ചും സത്യമായി ബോധ്യമുള്ള ഈ ജനങ്ങളുടെ മുമ്പിൽ തേലക്കാടൻ എന്ന മനോവൈകല്യം ബാധിച്ചൊരു പുരോഹിതൻ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നിട്ടില്ല എന്ന് പോലും വ്യാജ പ്രചരണങ്ങൾ നടത്തി ദൈവജനത്തെ അവഹേളിക്കുന്ന ഒരു നിലപാടുമായി വിമതർ ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് കാലങ്ങളേറെയായി. അതവിടെ നിൽക്കട്ടെ. കാരണം അത് അവിടെ വർഷാവർഷം സന്ദർശിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസ തീഷ്ണതയുടെ മേൽ ഖഡ്ഗമുയർത്തുന്ന ഒരു ഭീകര പ്രവൃത്തിയാണ്. അതിനുള്ള ദൈവശാപം അദ്ദേഹത്തിന് കിട്ടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞത് അവിടുത്തെ ആത്മീയ കേന്ദ്രമായ സെൻറ് തോമസ് ദൈവാലയം, അത് പെരിയാറിൻ്റെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന ആ പുണ്യഗേഹം, അതിൻ്റെ ഭരണം ഏറ്റെടുത്തിരിക്കുന്ന മണവാളനച്ചൻ, പേര് പോലെ തന്നെ എക്കാലവും മണവാള ശൈലിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ചൈര്യകളെല്ലാം. ഒരു കാലത്ത് കല്യാൺ രൂപതയിലുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിക്കൂട്ടിയ കോമാളിത്തരങ്ങളുള്ള കഥകൾ അവിടെയുള്ള മുതിർന്നവർക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. അവയെല്ലാം നാടൻപാട്ട് പോലെ ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കരുത് എന്ന് വിനയപുരസരം അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം അവിടെ കൂട്ടിയ കോമാളിത്തരത്തിൻ്റെ ഫലങ്ങൾ അനുഭവിച്ച ധാരാളം ആളുകൾ ഈ രൂപതയിൽ തന്നെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മണവാള, ഈ കാര്യം അങ്ങ് ഓർക്കണം. അങ്ങിപ്പോൾ അവിടെ പാരിഷ് കൗൺസിൽ അതുപോലെ തന്നെ കൈക്കാരന്മാരുടെയൊക്കെ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്നതായിട്ട് അറിയുന്നു. എന്തിനാണ് ഒരു പാരിഷ് കൗൺസിൽ? സഭ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള സഹായക ഘടകങ്ങളായും ഉപകരണങ്ങളായും പ്രവർത്തിക്കേണ്ടവരാണ് പാരിഷ് കൗൺസിൽ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ ഒരു പാസ്റ്റർ കൗൺസിൽ പോലും ഇല്ല. കാരണം അതിൻ്റെ കാലാവധി കഴിഞ്ഞു, കാലഹരണപ്പെട്ടു. എന്നിട്ടും അതിൻ്റെ ഒരു നേതാവ് ഞാൻ ഇപ്പോഴും ഒരു കസേരയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുകയില്ല എന്ന അവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് സെക്രട്ടറി എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ദുർമോഹമാണ്. അത് ആ വഴിക്ക് നടക്കട്ടെ. സ്വപ്നതുല്യമായ ഒരു ജീവിതത്തിൽ അവർ ആനന്ദം കണ്ടെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നാൽ ഇവിടെ എന്തിനാണൊരു കൈക്കാരൻ? സഭയുടെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രക്രിയകൾ പൂർത്തിയാക്കാൻ വേണ്ടി ഉപകരണങ്ങളാക്കി മാറ്റിയവരാണ് ഈ കൈക്കാരന്മാരെന്ന് പറയുന്നത്. അവരെ തിരഞ്ഞെടുക്കുന്നതിന് ചില നടപടിച്ചട്ടങ്ങളുണ്ട്, നൈയാമിക വശങ്ങളുണ്ട്. അച്ഛന്മാരുടെ നോമിനികൾ, വികാരിമാരുടെ ഇഷ്ടത്തിന് താളം തുള്ളുന്നവർ എന്നിവരെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് വികാരി കാണിക്കുന്ന കോമാളിത്തരങ്ങൾക്ക് ഇരുമ്പുമറ സൃഷ്ടിക്കുവാനാണോ ഇവരെ നിയമിക്കുക? അത് നിയമപരമായി ശരിയല്ല. ആദ്യമായി ആരാധനക്രമം അതിൻ്റെ പൂർണ്ണതയിൽ അർപ്പിക്കപ്പെടാനും ഇടവരുത്തട്ടെ. അതിനുശേഷമാകാൻ തിരഞ്ഞെടുപ്പും ഭരണം കൈമാറ്റവും ഒക്കെ തന്നെ. ഏതായാലും അവിടുത്തെ യഥാർത്ഥ വിശ്വാസികൾ ഇന്ന് ക്യൂരിയായെ സമീപിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണം, മാറ്റിവെക്കണം, അതിപ്പോൾ ആവശ്യമില്ല, അതിനു മുൻപ് ബലിയർപ്പിക്കട്ടെ എന്നാണ് അവരുടെ ആവശ്യം. അത് കൊടുക്കാൻ പോകുന്ന ക്യൂരിയായിലാണ്. ആ രൂപതയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ഏത് തരിക്കടയ്ക്കും തയ്യാറുള്ള സാക്ഷാൽ പുത്തൂരാണ്. അദ്ദേഹത്തെ വിശ്വാസമില്ല. പിന്നെ ക്യൂരിയായാണെങ്കിൽ കമന്ന് വീണാൽ കാപ്പണം അടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ചില പുരോഹിതന്മാർ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നീതിന്യായ കോടതിയെ സമീപിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് ഞാൻ കരുതുന്നു. കാരണം രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾക്കനുസൃതമായി ഭരണഘടനാധിഷ്ഠിതമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടെ സഭ എന്നുള്ള നിലയ്ക്ക് രാജ്യത്തെ നൈയാമിക സ്ഥാപനങ്ങൾ നമുക്ക് അനുകൂലമായ നിലപാട് തരും. കാരണം രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതിൻ്റെ വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമാവലി ഈ സഭയ്ക്കുമുണ്ട്. അതുകൊണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ നീതിന്യായ കോടതികൾ കൃത്യമായ നീതി അനുവദിച്ചു തരും എന്ന ഉത്തമ വിശ്വാസത്തോടെ അതിനായുള്ളൊരു പ്രവർത്തനത്തിലേക്കാണ് വിശ്വാസികൾ കടന്നു പോകേണ്ടത്. എന്ന് മാത്രമല്ല, മണവാളന് ഒരു മുന്നറിയിപ്പ് കൂടി: ഞങ്ങളെക്കൊണ്ട് തെളിവ് നിരത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അങ്ങ് പരിശ്രമിക്കരുത്. സ്നേഹബുദ്ധിയ അങ്ങയുടെ ദുഷ്ടമായ ഈ പ്രവൃത്തികൾ നിർത്തിക്കൊണ്ട് വിശ്വാസ സമൂഹത്തെ, അവരുടെ വിശ്വാസത്തെ, അവരുടെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഒപ്പം തിരുസഭ കൽപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ അങ്ങ് തയ്യാറാകണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.